പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള കാർ വാഷ് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. അതിനകത്ത് കോയിൻ ഇടുകയാണ്. കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വണ്ടി കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു സംഭവമാണ്. എല്ലാ പെട്രോൾ പമ്പിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ 2 വണ്ടി വരെ വാഷ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 അല്ല 3-4 വണ്ടികൾക്കുള്ള സ്ഥലമുണ്ട്. ഇവിടുന്ന് ക്യാഷ് ഇട്ടതിന് ശേഷം ഇവിടെ ആദ്യം കണ്ടോ നല്ല രസമായിട്ട് ഫോം നമുക്ക് അതിലേക്ക് കൊടുക്കാം. ആദ്യം ഫോം നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തന്നെ വാട്ടർ വാഷ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സംവിധാനം. ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ക്യാഷ് ഇടുകയാണ് വേണ്ടത്. ക്യാഷ് ഇതിനകത്ത് ഇത് തുറന്നിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ക്യാഷ് ഇടും, നാണയം ഇടും. നാണയം ഇട്ടതിന് ശേഷം നമുക്ക് വാഷ് സെലക്ട് ചെയ്യാവുന്നതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംവിധാനമാണ്. അങ്ങനെ നമുക്ക് തന്നെ ഇതിൻ്റെ വാട്ടർ എടുക്കുന്നു, വാഷ് ചെയ്യുന്നു. നല്ല സംവിധാനം. ഇങ്ങനെ 4 വണ്ടി വാഷ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു പെട്രോൾ പമ്പ് തന്നെയാണിത്. പഴയ വാഹനങ്ങളൊക്കെ നമുക്ക് റോഡിൽ കാണാം, പഴഞ്ചൻ വാഹനങ്ങൾ. അങ്ങനെ ഞാൻ വീണ്ടും ക്രൊയേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ബോർഡറൊക്കെ കടന്ന് ക്രൊയേഷ്യയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്രൊയേഷ്യയിൽ നിന്നായിരുന്നു നമ്മൾ ബോസ്നിയയിലേക്ക് പോയത്. അവിടെ തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡുബ്രോണിക് എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര മേഖലയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. സമുദ്രവുമായി ബന്ധപ്പെട്ട അതിപ്രശസ്തമായിട്ടുള്ളൊരു വിനോദസഞ്ചാര മേഖലയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നല്ല സ്പോർട്സ് വാഹനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർട്ട്, അതുപോലെ തന്നെ ഡുബ്രോണിക് റേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം റേസിംഗ് കാറുകളാണ്. കുറേയൊക്കെ ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട് പല ഭാഗങ്ങളിലും. അടിപൊളി സംഭവമാണ്. എന്തായാലും ഡുബ്രോണിക്കിൻ്റെ വലിയൊരു മാപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ടൂറിസം ഭാഗങ്ങളെ പറ്റിയൊക്കെ ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ശില്പം ഇവിടെ ഉണ്ട്. 3 ഭാഗവും കടലാണ്. അനേകം സഞ്ചാരികൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിനെ ആഘോഷമാക്കി മാറ്റുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്കുള്ളൊരു വിനോദസഞ്ചാര മേഖലയാണ് ഈ ക്രൊയേഷ്യയിലെ. നമ്മളൊരു കോട്ടയിലേക്കാണ് കയറുന്നത്. റോമൻ ഇമ്പാക്റ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗവും. വെനീസിൻ്റെ കീഴിലായിരുന്നു. മ്യൂസിക് നമുക്ക് കേൾക്കാം.
ചരിത്രപരമായിട്ട് റഗൂസ എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെട്ടിരുന്നത്. അഡ്രിയാറ്റിക് കടലിടുക്കിന് സമീപമുള്ളൊരു നഗരമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഒന്നായിട്ട് അംഗീകരിച്ച സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗം. എപ്പിഡോറത്തിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ഈ റഗൂസ എന്നറിയപ്പെടുന്ന ഈ ഒരു നഗരം സൃഷ്ടിച്ചത്. ഒരു ഓറഞ്ച് മരമാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ചാണ്. ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നു. പഴയ കാലഘട്ടത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടത് എന്ത് ഭംഗിയാണെന്ന് നോക്കുക. ഈ ഒരു നഗരം മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു കോട്ടയും, ആ കോട്ടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, അതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരവുമായിരുന്നത്. അത് തന്നെയാണ് മുകളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും മേൽക്കൂരയും ഓടായതിനാൽ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മൾ ബസ്സിൽ വന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത്. റെസ്റ്റോറൻറ്റിന് യാതൊരു കുറവുമില്ല. ഇവിടെയും റെസ്റ്റോറൻറ്റൊക്കെ തന്നെയാണ്. പിന്നെ സുവനീർ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ATM സൗകര്യങ്ങൾ, ആളുകൾക്ക് സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് മനോഹര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും റെസ്റ്റോറൻറ്റ്സ് തന്നെ നമുക്ക് കാണാം. റെസ്റ്റോറൻറ്റിൻ്റെ താരിഫുകളൊക്കെ ഇതിനകത്തുണ്ട്. നല്ല പ്രൈസിങ് ആണ്. യൂറോസിലാണ് റേറ്റുകളൊക്കെ. ഈ ഒരു ഭാഗം നോക്ക് എന്ത് ഭംഗിയാണെന്ന്. ബിൽഡിങ്ങുകളുടെ ഒരു കൂട്ടമാണ് ഈ മലയുടെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നത്. തൊട്ടടുത്തടുത്തടുത്ത് ബിൽഡിംഗ് ആയിട്ട്, രണ്ട് സൈഡിലും ബിൽഡിംഗ് ആയിക്കൊണ്ട് ഇതൊക്കെ ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ്സും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ തന്നെയാണ്. സുന്ദരികളും സുന്ദരന്മാരും ഈ ഒരു നഗരത്തിലൂടെ, തെരുവ് വീതികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് തലങ്ങും വിലങ്ങും. കെട്ടിടങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് വളരെ രസകരമായിട്ടുണ്ട്. സുവനീർ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഭാഗത്ത്. നല്ല റഷാണ്. യൂറോപ്യൻസ് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതലായിട്ട് വരുന്നില്ല എന്നുള്ളതിനൊരു ആൻസറാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇത്രയും കഫകളൊക്കെ, കാരണം ബിയർ പാർലറുകളും കഫേകളും ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ മാത്രമേ ഇവർക്ക് ഇത് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അത്രയധികം യൂറോപ്യൻസ് സന്ദർശിക്കാത്തതെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഗോവയിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കിയത് കൊണ്ടാണ് ഗോവ നല്ലൊരു ടൂറിസം സ്പോട്ടായിട്ട് മാറിയത്. വലിയൊരു ക്ലോക്കും ബെല്ലും ഒക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഡുബ്രോണിക്കിലെ അതിമനോഹരമായിട്ടുള്ള തെരുവ് വീതികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ യൂറോപ്പിൽ വന്നതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു നഗരം തന്നെയാണ്. സമുദ്രത്തിൻ്റെ തീരത്തുള്ള, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൻറ്റ് മേരീസ് കത്തീഡ്രലാണ് ഈ കാണുന്നത്. വാവ്, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ളൊരു ബ്യൂട്ടി അടിപൊളിയാണ്. അതിൻ്റെ മുകളിലുമുണ്ട് ഒരു കോട്ടയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട്. നല്ല പച്ച പുതച്ച മലയും അതുമായി ബന്ധപ്പെട്ടിട്ട്
ഈ ഒരു നഗരവും അതിമനോഹരം. നമ്മളിതിൽ പുറത്തേക്ക് പോകുന്നത് ഒരു ഡോക്കിലേക്കാണ്. അടിപൊളി. വലിയൊരു ഡോക്കിലേക്ക് നമ്മൾ ഇറങ്ങി. നല്ല സൂപ്പർ കാഴ്ചകളാണ് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. റെസ്റ്റോറൻറ്റുകൾ ഇവിടെയും ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ബോട്ടുകൾ ഡോക്കിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. ആ കാണുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ബസ്സിൽ വന്നത്. ബോസ്നിയയിൽ നിന്നും ബസ്സിൽ വന്നത് ആ റോഡിലൂടെയാണ്. വല്ലാത്തൊരു അനുഭവങ്ങളും കാഴ്ചകളും തന്നെയാണ് ഈ ഒരു നഗരം നമുക്കായിട്ട് ഒരുക്കി തരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവവും കാഴ്ചകളും തന്നെ. സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അനേകം സഞ്ചാരികളെ കാത്തിരിക്കുന്ന ബോട്ടുകളൊക്കെ തന്നെയാണ്. വാവ്, ബോട്ടിൻ്റെ ബുക്കിംഗ് സെൻറ്ററുകൾ നോക്കുക, എന്ത് ഭംഗിയാണ്. ലേഡീസൊക്കെ അങ്ങനെ സെൻറ്റ് മാരീസ് കത്തീഡ്രൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. കത്തീഡ്രലിൻ്റെ കാഴ്ചകളിലേക്കാണ്. നല്ലൊരു നടുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, കുറേ ജാമുകൾ, കുറേ സുഗന്ധലേപനങ്ങൾ, ഫ്രൂട്ട്സ്. നമ്മുടെ ഫിഗാണത്. ഫിഗ്, തവള, സോപ്പുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ്. ഇവിടെ ജീവിക്കണമെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. കാരണം ഇതൊന്നും ഒന്നാമത് ടൂറിസം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും നല്ല വിലയാണ്. നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ മിനിമം 2000-2500 രൂപ നമുക്ക് ആവശ്യമായി വരും.